ചിങ്ങക്കൂറിൽ ജനിച്ചവരുടെ, അതായത് 1201 ആണ്ട് ചിങ്ങമാസത്തിലെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത്. മൂലവും പൂരാടവും ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യ കാൽഭാഗവും കൂടി ചേർന്നതാണ് ധനുക്കൂറ്. 17/8/2025 മുതൽ 16/9/2025 വരെയുള്ള ഒരു മാസത്തെ ആ കാലഘട്ടത്തിലെ ഫലങ്ങളാണ് ഞാൻ പ്രവചിക്കുന്നത്. ബന്ധുജനങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വരാനുള്ള ഒരു സാധ്യത കാണുന്നു. അവർ ഇപ്പം വഴക്ക് കൂടിയിരുന്നവരും നിങ്ങളുടെ വീട്ടിൽ വന്ന് ചങ്ങാത്തം കൂടാനും നിങ്ങളെ സഹായിക്കാനും എല്ലാത്തിനും ബന്ധുക്കൾ നിങ്ങളെ സഹായിക്കാൻ എത്തുന്നതാണ്. അധികാരികളിൽ നിന്നുള്ള ഭയം കുറയും. ഏതെങ്കിലും തരത്തിൽ അധികാരികൾ നിങ്ങളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതെല്ലാം കുറയാനുള്ള സാധ്യതയും അതിന് പരിഹാരവും ഉണ്ടാകുന്നു. മേൽ നടപടികളൊന്നും ഈ മാസം ഉണ്ടാവുകയില്ല. ജപ്തി നടപടികളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നടപടികൾ മുകളിൽ നിന്ന് മേലധികാരികളിൽ നിന്നുണ്ടാവണമെങ്കിൽ അതൊന്നും ഈ മാസം ഉണ്ടാവുകയില്ല. നാൽക്കാലികൾ വളർത്തി അവയെ വ്യാപാരം ചെയ്ത് ജീവിക്കുന്നവർക്ക് ഇത് നല്ല സമയമാണ്. ധാരാളം ലാഭം കിട്ടാനുള്ള സാധ്യത കാണുന്നു. അതുപോലെ ക്ഷീര കർഷകർക്കും നല്ലധികം ലാഭം കിട്ടുന്നു. പാൽ വ്യവസായം ചെയ്യുന്നവർക്ക് നല്ല ലാഭം കിട്ടുന്നു. മനസ്സിന് സന്തോഷം ലഭിക്കുന്ന പല കാര്യങ്ങളും ഈ മാസത്തിൽ നടക്കാം. അതുപോലെ ഏത് കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും ഏറെക്കുറെ അതെല്ലാം നടന്നു പോകുന്ന സുഖമായി നടക്കുന്ന തടസ്സമില്ലാതെ നടക്കുന്ന ഏത് കാര്യത്തിൽ കാണുന്നു. ധനലാഭവും ഈ മാസം പ്രതീക്ഷിക്കാവുന്നതാണ്. സ്ത്രീക്ക് പുരുഷന്മാരോടും പുരുഷന്മാർക്ക് സ്ത്രീകളോടും ശത്രുതാ മനോഭാവം കുറയുന്നു. കുടുംബ സ്വത്തുണ്ടെങ്കിൽ ഈ മാസം ഭാഗം നടത്തി നിങ്ങൾക്കുള്ള ഓഹരി കിട്ടുവാനും ഒരു ഭാഗ്യം കാണുന്നു. പണ്ടത്തെ വിലപിടിപ്പുള്ള ഓട്, ചെമ്പ്, വെള്ളി, ലോഹങ്ങൾ കൊണ്ടുള്ള പാത്രങ്ങൾ എന്നിവ ലഭിക്കുന്നതിനും സാധ്യതയുണ്ട്. മക്കൾക്ക് അസുഖങ്ങളാൽ ദുഃഖിക്കുന്ന മാതാപിതാക്കൾക്ക് ആശ്വാസം ലഭിക്കുന്നതായി കാണുന്നു. അവർക്ക് അസുഖത്തിന് ശാന്തി ലഭിക്കുന്നു. കണ്ടകശനി കാലമാകുന്നു നിങ്ങൾക്ക്. ശനീശ്വരൻ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നില്ല. എങ്കിലും ഭർത്താവും ഭാര്യയും രമ്യതയിൽ പോവുക, അല്ലെങ്കിൽ പൊട്ടിത്തെറി ഉണ്ടാവുകയോ അത് ചില്ലറ പ്രശ്നങ്ങൾക്കിടയാവുകയും ചെയ്യും. സൂക്ഷിക്കുക. ചില്ലറ അസുഖങ്ങളൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയെ കാണുന്നുള്ളൂ. ഏതെങ്കിലും സാഹചര്യത്തിൽ പരാജയം ഏതെങ്കിലും കാര്യത്തിൽ ഉണ്ടായാൽ തുലാമാസത്തിൽ അത് ശ്രമിക്കുക. ഈ മാസം വിടുക. ഈ മാസവും അടുത്ത മാസവും വിടുക. ദശാസന്ധിയും അപകാര ദശയും കൂടി പരിശോധിച്ചാൽ മാത്രമേ കൃത്യമായ ഫലങ്ങൾ പറയുവാൻ സാധിക്കൂ. ഒരു വ്യക്തിക്കോ കുടുംബത്തിലെ അംഗങ്ങൾക്കോ നല്ല ഗ്രഹങ്ങളുടെ ദശാസന്ധികളാണ് നടക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഫലങ്ങൾ ഏറെ പ്രതീക്ഷിക്കാവുന്നതാണ്. എന്നാൽ നേരെ മറിച്ച് മോശഗ്രഹങ്ങളുടെ ദശാസന്ധികളാണ് സന്ധിക്കുന്നതെങ്കിൽ, കൂട്ടുദശയാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും മോശഫലങ്ങളെ പ്രതീക്ഷിക്കാൻ സാധിക്കും. ഒരു ജ്യോതിഷനെ കണ്ട് ജാതക പരിശോധന നടത്തി അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം നിങ്ങളാൽ കഴിയുന്ന പൂജകൾ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ശനിയാഴ്ച ദിവസം നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ പോയി നവഗ്രഹങ്ങൾക്ക് അർച്ചന ചെയ്യുന്നത് നല്ലതാകും. നിങ്ങൾക്കുള്ള ജ്യോതിഷപരമായോ പൂജാപരമായോ വാസ്തുപരമായോ മുഹൂർത്തപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് എൻ്റെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടുക. നിങ്ങൾക്ക് ഈ മലയാള പുതുവർഷത്തിൽ എല്ലാവർക്കും ഞാൻ ആശംസകൾ നേരുന്നു. കൂടാതെ പൊന്നോൺ ആശംസകൾ നേരുന്നു. നിങ്ങൾക്ക് എല്ലാവിധ സുഖസമ്പൽ സമൃദ്ധി, ദീർഘായുസ്സായുസ്, ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.